എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ടോക്കൺ ഫീ പേയ്മെൻറ്റ് നാളെ അവസാനിക്കും. അതായത് ഓഗസ്റ്റ് 22-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരത്തിനകം ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിൽ വിദ്യാർത്ഥികളെ പരിഗണിക്കപ്പെടുന്നതും ആയിരിക്കില്ല. പിന്നീട് വരുന്ന സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ വാക്കൻസി അനുസരിച്ച് മാത്രമേ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ, അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടും. അതുപോലെ തന്നെ പിന്നീട് വരുന്ന സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കപ്പെടുന്നതും ആയിരിക്കില്ല. വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ ഓൺലൈനായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെഡറൽ ബാങ്ക് ശാഖ വഴിയോ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാൻ സാധിക്കും. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അലോട്ടഡ് എന്നും അതുപോലെ വ്യൂ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുള്ള ലിങ്കും കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതും മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഒരു ബട്ടൺ കാണാനും സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് രണ്ട് രീതിയിലാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകുക. ഒന്ന് ഓൺലൈൻ മോഡും രണ്ടാമത്തേത് ചലാൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ഒരു ഓപ്ഷനുമാണ് ഉണ്ടാവുക. ഓൺലൈൻ മോഡിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI ഇതുപോലുള്ളവയുടെ ഡീറ്റെയിൽസ് നൽകിക്കൊണ്ട് ഈ ഒരു ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓഫ്ലൈൻ ആയിട്ടാണെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ചലാൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ചലാൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ചലാൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഫെഡറൽ ബാങ്ക് ശാഖയിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ബാങ്ക് വഴി ഫീ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ 24 ഹവേഴ്സർക്കും നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ എഫക്റ്റ് ചെയ്യുന്നതിനായിട്ട് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾ ഈ ഒരു LBS വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത ആ ഒരു പേജിൽ നിങ്ങൾക്ക് അതായത് സൈഡിലായിട്ട് ഇതുപോലെ 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ആ ഒരു ലോഗിൻ ചെയ്ത പേജിൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ റെസിപ്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ കാണും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വിദ്യാർത്ഥികളുടെ, അതായത് നിങ്ങളുടെ ആ ഒരു ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അതിൽ വന്നിട്ടുണ്ടാകും. അപ്പോൾ അത് വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് അടച്ചത് സക്സസ്ഫുള്ളാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി അതല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഈ ഒരു ഇൻഡെക്സ് പേജിലെ നിങ്ങൾക്കുള്ള ആ ഇവിടെ കാണുന്ന 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ അലോട്ടഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് കോഴ്സിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക. ഏത് കോളേജിലായിരുന്നു നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു കോളേജ് സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് വരും. അപ്പോൾ ഇത് ജസ്റ്റ് സൈഡിലോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഫീ പെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പേരിന് നേരെ ആ ഒരു ഫീ പെയ്ഡ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ അടച്ചിട്ടുള്ള ഫീ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. വന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫീ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത് ഓൺലൈനായിട്ടാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത ഉടനെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഫീ പെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ ആ ഒരു ഫീ പേയ്മെൻറ്റ് എത്രയാണ് അടച്ചിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ബാങ്ക് വഴിയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ 24 ഹവേഴ്സിന് ശേഷമായിരിക്കും വെബ്സൈറ്റിൽ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ എത്ര രൂപയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തത് വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഇനി 24 മണിക്കൂറിന് ശേഷം നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ വരാതിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്ത സമയത്ത് റെസിപ്റ്റോ ബാങ്ക് വഴിയാണെങ്കിൽ അതിൻ്റെ ചലാനോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് LBS സെൻറ്ററിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് LBS സെൻറ്ററിൽ നിന്നും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് CPAS കീഴിലുള്ള കോളേജുകളെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നത് അതെന്താണ് എന്നുള്ളത്. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ CPASലേക്ക് ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും ആ ഒരു കോളേജിൽ ഒരു വിദ്യാർത്ഥിക്കും അലോട്ട്മെൻറ്റ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അത് പിന്നീട് വരുന്ന സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിൽ ആ ഒരു കോളേജിലെ സീറ്റുകളൊക്കെ ഫില്ല് ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകിച്ച് ആലോചിക്കേണ്ടതില്ല. വിദ്യാർത്ഥികൾ ഇത്രമാത്രമാണ് ചെയ്യേണ്ടത്. ഈ ഒരു ഓഗസ്റ്റ് 22-ാം തീയതി, അതായത് നാളെ വൈകുന്നേരത്തിനകം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ
ചെയ്യുകയാണെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക. ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് വരുന്ന സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കപ്പെടുന്നതും ആയിരിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റും നഷ്ടപ്പെടുന്നത് ആയിരിക്കുമെന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ഓഗസ്റ്റ് 22-ാം തീയതി, അതായത് നാളെ വരെയാണ്. അപ്പോൾ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട ഏതെങ്കിലും ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതും, അതുപോലെ ഏതെങ്കിലും ഓപ്ഷൻസ് വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതും, അതുപോലെ പുതുതായിട്ട് ഏതെങ്കിലും കോളേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതുമാണ്. ഇതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ ആദ്യം ശ്രദ്ധിക്കുക. കാരണം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യണോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ്. അതൊരിക്കലും നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി എങ്ങനെയാണ് ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ BA SLP കോഴ്സിൽ പുതുതായിട്ട് ഒരു സെൽഫ് ഫിനാൻസ് കോളേജ് വന്നിട്ടുണ്ട്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു BA SLP കോഴ്സ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി എങ്ങനെ ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യാം എന്നുള്ളത് നോക്കാം. നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്താൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ, അതായത് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ഫോർ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അവിടെ റീ അറേഞ്ച്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്കും കാണാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റിന് മുകളിലുള്ള ഓപ്ഷനുകളെയാണ് ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഹയർ ഓപ്ഷനും അതുപോലെ പുതുതായിട്ട് വന്നിട്ടുള്ള BA SLP കോഴ്സ് കൂടി കാണാൻ പറ്റുന്നതാണ്. ഇനി ഇത് അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥികൾക്കാണെങ്കിൽ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാവിധ ഓപ്ഷൻസും ഇതിനോടൊപ്പം പുതുതായിട്ട് വന്നിട്ടുള്ള BA SLP കോഴ്സിൻ്റെ ആ ഒരു കോളേജ് കൂടി കാണാൻ സാധിക്കും. ഇങ്ങനെ കാണുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് BA SLP കോഴ്സ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിലവിൽ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടി, ആ ഒരു സീറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ. അതായത് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒരു കോളേജ് അലോട്ട്മെൻറ്റ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് 5ാമത്തെ ഓപ്ഷനാണെന്ന് കരുതുക. ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ ഇതിന് മുകളിലുള്ള 4 ഓപ്ഷനുകളും നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ കാണാം. അതുപോലെ പുതുതായിട്ട് വന്നിട്ടുള്ള BA SLP കോഴ്സ് കൂടി കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു കോഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതല്ല നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച കോളേജിൽ തൃപ്തരാണ്, അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. എത്ര രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് എന്നുള്ളത് നിങ്ങൾ ആ ഒരു ഫീ പേയ്മെൻറ്റിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി അത് അവിടെ വന്നിട്ടുണ്ടാകും. അപ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അടച്ചിട്ടില്ലെങ്കിൽ ആ ഒരു ഫീ പേയ്മെൻറ്റ് അടക്കുക. അതിനുശേഷം നിങ്ങളുടെ ഓപ്ഷൻസ് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഒന്നും ഇനി അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടേണ്ടതില്ല എങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കുക. അതായത് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് പേജിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഓപ്ഷൻസ്, അതായത് ബാക്കിയുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടുന്ന ഓപ്ഷൻസ് കാണാം. ഈ ഒരു ഓപ്ഷൻസ് ഒന്നും വേണ്ട എന്നാണെങ്കിൽ അവിടെയുള്ള റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഓപ്ഷനുകളൊക്കെ റിമൂവ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻസൊക്കെ റിമൂവ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഈ ഒരു ഹയർ ഓപ്ഷനിൽ എവിടെയെങ്കിലും കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിർത്തുകയും അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ മറ്റൊരു ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ലഭിച്ച ഫീസ് ആ ഒരു പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ഏത് കോളേജിലാണോ കിട്ടിയത് അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ നിങ്ങൾ ഹയർ ഓപ്ഷൻ നിലനിർത്തുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻസിൽ ഏതെങ്കിലും ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അതിനെ മാത്രമായിട്ട് ആ ഒരു ഓപ്ഷൻ ലിസ്റ്റിൽ നിന്നും റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റിമൂവ് ചെയ്ത ശേഷം സേവ് ചെയ്ത് ബാക്കിയുള്ള ഓപ്ഷനെ മാത്രം നിലനിർത്താവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഓൾറെഡി നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസിൽ ഏതെങ്കിലും ഓപ്ഷൻസിൻ്റെ നമ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു 10ാമത്തെ ഓപ്ഷനെ നിങ്ങൾക്ക് 1ാമത്തെ ഓപ്ഷനായിട്ട് സെറ്റ് ചെയ്യണം എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് നിങ്ങൾക്കിപ്പോൾ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല എന്നാൽ 10ാമത്തെ ഓപ്ഷനെ നിങ്ങൾക്ക് 1ാമതായിട്ട് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ്റെ പേജിൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു 10ാമത്തെ ഓപ്ഷൻ്റെ ബോക്സിൽ 10 എന്നുണ്ടാവും. അതിനെ ചേഞ്ച് ചെയ്ത് 1 എന്നാക്കുക. അതിനുശേഷം സേവ് ചെയ്യുക. സേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോൾ പുതുതായിട്ട് 1 എന്ന് പറഞ്ഞുകൊണ്ട് സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഓപ്ഷനെ 1ാമതായിട്ട് സെറ്റ് ചെയ്യുകയും ബാക്കിയുള്ള 1 മുതൽ മുൻപ് 1 സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ 1 മുതൽ ബാക്കിയുള്ള ഓപ്ഷനുകളെ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട്
കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിട്ട് മാറ്റുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഓപ്ഷൻസ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ചേഞ്ച് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് പ്രത്യേകിച്ച് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, നിങ്ങളുടെ താല്പര്യമാണ്. വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്, ഫെഡറൽ ബാങ്ക് ശാഖയിൽ നേരിട്ടടച്ച ഫീസിൻ്റെ വിവരങ്ങൾ അടുത്ത ദിവസം മാത്രമേ വെബ്സൈറ്റിൽ വരുള്ളൂ എന്ന് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു സീറ്റ് കൺഫേം ചെയ്യുന്നതിനും അതുപോലെ പിന്നീടുള്ള സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിലും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളവർ മാത്രമേ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുള്ളൂ. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. അതുപോലെ പുതുതായിട്ട് വന്നിട്ടുള്ള BA SLP കോഴ്സ് വേണമെങ്കിൽ നൽകാവുന്നതാണ്. അതുപോലെ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന കാര്യമാണ് റീഫണ്ടിനെ കുറിച്ച്. റീഫണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമായിരിക്കും റീഫണ്ടിനായിട്ടുള്ള റിക്വസ്റ്റ് നൽകാൻ സാധിക്കുക. അത് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ തന്നെ നിങ്ങൾക്ക് റീഫണ്ടിനായിട്ടുള്ള ഓപ്ഷൻസ് വരുന്നതാണ്. ആ ഒരു സമയത്ത് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് നൽകി കഴിഞ്ഞാൽ ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് പൈസ റീഫണ്ടായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ റീഫണ്ട് കിട്ടാനായിട്ട് റീഫണ്ട് റിക്വസ്റ്റ് കൊടുത്ത് ഏകദേശം ഒരു 3 മാസത്തിനുള്ളിലൊക്കെയാണ് ലഭിക്കുക, ആ റീഫണ്ടായിട്ട് കിട്ടുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് റീഫണ്ട് കിട്ടാനായിട്ട് കുറച്ച് ലേറ്റ് ആവുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ് വരുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഒരു നഴ്സിംഗ് ആണെങ്കിൽ 23,170 രൂപ, അതുപോലെ തന്നെ ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ നഴ്സിംഗ് ആണെങ്കിൽ 25,000 രൂപ, അതുപോലെ തന്നെ SC ST OEC വിദ്യാർത്ഥികൾക്ക് 1000 രൂപയാണ് ടോക്കൺ ഫീനത്തിൽ ഫീസായിട്ട് വരുന്നത്. ബാക്കി ഫീസ് അഡ്മിഷൻ ടൈമിലാണ് അടക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.